189 മൃതദേഹങ്ങൾ ഇന്ന് പുത്തുമലയിൽ സംസ്കരിക്കും. 31 അജ്ഞാത മൃതദേഹങ്ങളും 158 മൃതദേഹ ഭാഗങ്ങളുമാണ് സംസ്കരിക്കുക. സർവമത പ്രാർത്ഥനയോടെ ആയിരിക്കും സംസ്കാരം നടക്കുക. മലയിലെ തന്നെ 64 സെന്ററിൽ എടുത്തിട്ടുള്ള ബറിയിങ് ഗ്രൗണ്ടിൽ 158 ബോഡി പാർട്സും 31 ഫുള്ളായിട്ടുള്ള ബോഡിയും അങ്ങനെ 189 കുഴികൾ കൂടുതലെടുത്ത് അവിടെ ഇന്ന് 3 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കണം എന്നാണ് കരുതുന്നത്. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും കണ്ണൻ നായർ ചേരുന്നുണ്ട്. മൃതദേഹങ്ങൾ അവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കണ്ണൻ നായർ, മൃതദേഹങ്ങൾ അവിടെയാണല്ലോ സൂക്ഷിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ നടത്തേണ്ടത്? ഇനി എന്ത് തയ്യാറെടുപ്പിന് ശേഷമാണ് ഈ ദേഹങ്ങളൊക്കെയും സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകേണ്ടത്? 2 മണിയോടുകൂടി ഇവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ ഈ പുത്തുമലയിലെ സംസ്കാര പ്രദേശത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം. ഇതിവിടെ 27 ഭൗതിക ശരീരങ്ങൾ, ഒപ്പം തന്നെ 158 പേരുടെ ശരീരങ്ങളുടെ ഭാഗങ്ങളാണുള്ളത്. അവയൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുക. തൊട്ട് സമീപത്ത് തന്നെ വേറൊരു ഹാളുണ്ട്, അവിടെ 4 മൃതദേഹങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയാണ് 31 മനുഷ്യ ശരീരങ്ങളും ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഇന്ന് സംസ്കാരത്തിനായി കൊണ്ടുപോകുക. 2 മണിയോടുകൂടി ഇവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഏവിയേഷൻ പ്രവർത്തകരുണ്ട്. നിങ്ങൾ തുറക്കുമ്പോഴുള്ളവരാണോ? എപ്പോഴാണ് ഇത് നമ്മുടെ ബാക്കിയുള്ള ബോഡികൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഇന്നലെ 5 ബോഡികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഇനി ഇപ്പോൾ 2 മണിയോടുകൂടി ഇതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് കുറച്ച് ബോഡികൾ കൂടി കൊണ്ടുപോകാനുണ്ട്. 24ഓളം വരുന്ന പീസുകളായിട്ടുള്ള ബോഡിയും അത് 3 മൃതശരീരമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. കൂടാതെ ഒരു 3 ബോഡി കൂടി ഇവിടെയുണ്ട്. ഇതൊന്നും തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്ന് 27 അല്ലേ? 27 അത് ഓർഗൻസ് ആയിട്ടാണുള്ളത്, പീസുകളായിട്ടുള്ളത്. അത് ശരിക്കും 3 ബോഡിയും കൂടാതെ ഒറിജിനലി 3 ബോഡിയും മാത്രമേ ഉള്ളൂ. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ പ്രൊസീജിയറാണ് ഇനി നടപ്പാക്കാറുള്ളത്? ഇനിയിപ്പോൾ നേരം ഇത് കഴിഞ്ഞ് വന്നു, നിലവിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് സാങ്ഷൻ കിട്ടണം. ഓഫീസിൽ നിന്ന് സാങ്ഷൻ കിട്ടുക എന്നുള്ളൊരു നടപടി മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇവിടുന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോഴും അതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ആ ബോഡി വിട്ടു കൊടുക്കാറാണ്. DNA ടെസ്റ്റ് അടക്കം ചെയ്തിട്ട് DNA സാമ്പിളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് മൃതശരീരം ഔദ്യോഗിക ബഹുമതികളോടുകൂടി ചെയ്യും. ഇവിടെ തുടക്കം മുതൽ ഈ പ്രവർത്തനങ്ങളിലുള്ള, ഈ മോർച്ചറിയിൽ പ്രവർത്തനങ്ങളിലുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ്. അവരൊക്കെ തന്നെ പറയുന്നത് ഇന്ന് DNA സാമ്പിൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി 2 മണിയോടുകൂടി ആയിരിക്കും ഇവിടെ നിന്ന് ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോവുക. അതിനു മുമ്പ് എത്തുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇവിടെ അവരുടെ ബന്ധുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകുക. 189 മൃതദേഹങ്ങൾ, 131 മൃതദേഹങ്ങളും 158 മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും, അങ്ങനെയാണ് 189 ആൾക്കാരുടെ സംസ്കാരം എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. നേരത്തെ മന്ത്രി കെ രാജൻ പറഞ്ഞനുസരിച്ച് ഇന്ന് അവിടെ പുത്തുമലയിൽ അവിടെ ആ ഭൂമിയിൽ 64 സെൻറ്റ് ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടന്ന ഇതിന് സമീപത്ത് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു സമയത്ത് ഏകദേശം മനുഷ്യ ശരീരങ്ങളായിട്ടുള്ളവ 20 മനുഷ്യ ശരീരങ്ങൾ ഒരേ സമയത്ത് സംസ്കരിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഏതാണ്ട് എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. ഇനി ഇവിടെ വന്നൊരു സാങ്ഷൻ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള പ്രൊസീജിയർ എന്നാണ് പറയുവാൻ സാധിക്കുക. എല്ലാവരും ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ഏതാണ്ട് 1 മണി വരെ അവർക്ക് ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു മേൽവിലാസവും ഇല്ലാതെ അവർ കളിച്ചു വളർന്നവർ, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ആ ഒരു മണ്ണിലേക്ക് മേൽവിലാസം ഇല്ലാതെ മടങ്ങുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇന്നലെ നമ്മൾ ദുഃഖസമാനമായുള്ള വലിയ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം കണ്ടിരുന്നു. ഇനി ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരെ തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവരുടെ DNA സാമ്പിൾ, പല്ലിൻ്റെ സാമ്പിളൊക്കെ തന്നെ എടുക്കുന്നുണ്ട്. അങ്ങനെ DNA സാമ്പിൾ പരിശോധിച്ച് ശേഷം ഏതെങ്കിലും ആൾക്കാർ ഭാവിയിൽ വന്ന് അത് ഞങ്ങളുടെ ബന്ധുക്കളായിരുന്നു, അവർ അജ്ഞാതരല്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കതിൻ്റെ രേഖകളും മറ്റു കാര്യങ്ങളും, നിങ്ങളുടെ ബന്ധുക്കൾ ആയിട്ടുള്ള ആൾക്കാരെ സംസ്കരിച്ചിരിക്കുന്ന പുത്തുമലയിലാണ്, ആ പ്രദേശത്ത് തന്നെയാണ്, ഇന്ന സ്ഥലത്താണ് നിങ്ങളുടെ ബന്ധുക്കളുടെ ഭൗതിക ശരീരം ഉള്ളത് എന്ന് പറയുവാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണ ഒരു സർക്കാർ നടപടിക്രമം അനുസരിച്ച്
72 മണിക്കൂറാണ് ഒരു അജ്ഞാത മൃതദേഹം സൂക്ഷിക്കുക. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കാര്യം ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. പല ആൾക്കാരും പല ബന്ധുക്കളും ഇപ്പോൾ ആശുപത്രിയിലും പരിക്കേറ്റുമൊക്കെ തന്നെ കഴിയുകയാണ്. അവർക്കൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യമില്ല. പല ആൾക്കാരെയും ഈ അവസാന നിമിഷവും ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഭൗതിക ശരീരം ഒന്ന് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇന്നലെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ഒരു വാക്കുകൾ കേട്ടതാണ്. പല സമയങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല മോത്തി. കാര്യം പല മൃതദേഹങ്ങൾക്കും അവർ അതിൽ ശരീരഭാഗങ്ങളില്ലാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും